വേദപുസ്തകം പറയുന്നത് ഒരു പള്ളി പ്രമാണി അവന് പാദത്തിൽ വന്ന് വീണ് അപേക്ഷ യാചിച്ച് ആ ഒരു മത്തായി പുസ്തകം 9:18 പറയുന്നു ഒരു പള്ളി പ്രമാണി വന്നവൻ ആരാധിച്ചത്. അതിനർത്ഥം എന്റെ മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് യഹോവയല്ലാതെ വേറൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, കൂടിടാൻ പാടില്ല. എന്നാൽ ആരസിന് ഒരു വെളിപ്പാട് കിട്ടി. എന്തിനു വെളിപ്പാട്? യേശു കർത്താവ് മാത്രം ദൈവമെന്ന്, യേശു കർത്താവ് മാത്രം രാജാവെന്ന്, യേശു കർത്താവ് മാത്രം മസ്തായെന്ന്, അവൻ സൗഖ്യപ്രായകന് ജീവനുള്ളവന് അവനെ കരുതുന്നത്. ഈ രാത്രികാലം പാപത്തിൽ വന്ന് സാത്താന്റെ മീന് അവൻ നമസ്കരിച്ച് അനേകർ പാപത്തിൽ വീഴും, അനേകർ നമസ്കരിക്കുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. എന്നാൽ ആരസ് നമസ്കാരി മാത്രമല്ലായിരുന്നു. അവൻ പരസ്യമായിട്ട് സാക്ഷി പറഞ്ഞു. എന്ത് പറഞ്ഞു? മാർക്കോസിന്റെ പുസ്തകം 5:23 ഒന്നിന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ തൊട്ടാൽ അവൾക്ക് സൗഖ്യം പ്രാപിക്കുന്നത്. അവർക്ക് ശാരീരികമായിട്ട് സൗഖ്യം അവർക്ക് ലഭിക്കും. അത് മാത്രമല്ല ആരസ് പിന്നെ പറയുന്നു അവള് ജീവിക്കും. അവളെ ജീവിക്കും. അതിന്റെ അർത്ഥം എന്തേ? നിന്റെ മകളെ തൊട്ടാൽ അവൾ മരിച്ചാലും അവൾ ജീവിക്കുന്നത് വെളിപ്പാട് ആരസിനെ കിട്ടി. ഈ രാത്രി കാലം വെളിപ്പാട് കിട്ടിയ ദൈവത്തിനുമേ ദൈവത്തെ തുണയ്ക്കുക. ജീവന്റെ ഉറവിടമെന്ന് ഉള്ള വെളിപ്പാട് ആരസിനെ കിട്ടി. പദത്തിൽ സാത്താന്റെ വീട് നമസ്കരിച്ച് അവൻ അംഗീകരിച്ച് ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ അംഗീകരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മ ചലിച്ചു തുടങ്ങി. ഈ രാത്രി കാലം എന്റെ പ്രശ്നം എന്തോ ആകട്ടെ, എന്റെ പ്രതിസന്ധി ആകട്ടെ, യേശു കർത്താവിനെ കാലിൽ വീണു അവൻ അപേക്ഷ യാചിച്ചു. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും. നിരവധി പാസ്റ്ററോ പ്രവാചകനോ അതിന്റെ ആവശ്യമില്ല. വേദപുസ്തകം പറയുന്നു